എല്ലാ കൂട്ടുകാർക്കും പാത്തൂസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഇറച്ചി കേക്കിൻ്റെ റെസിപ്പിയാണിന്ന്. അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം നമുക്കൊരു മസാല വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആയാലും മതി. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 3 മീഡിയം സൈസ് ഉള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളി വാടി കിട്ടും. ഉള്ളി നന്നായിട്ട് വാടിയതിന് ശേഷം ഇതിലേക്ക് ഒരു 4 പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വാടിയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി എന്നിവ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ചതിന് ശേഷം ഇതൊന്ന് ചെറിയ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. അതും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചിക്കന് പകരം ബീഫും ചേർത്തിട്ട് തയ്യാറാക്കാം. ഇനി ഇതും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണിത്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി തീ ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് അടിച്ചെടുത്ത മുട്ട ഈ ഒരു പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ട് ഇതുപോലെയാണ് വേണ്ടത്. ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും ചെയ്തെടുക്കാം. അതിൻ്റെ വിസിലൂരി വെച്ച് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഈ ഒരു പാത്രത്തിൻ്റെ അടിയിൽ വേറെ ഒരു പഴയ തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് എല്ലാ വശത്തും ഒന്ന് നന്നായിട്ട് ചുറ്റിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സി ഇതിൽ ഒഴിച്ചു കൊടുത്ത് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് എല്ലാ വശത്തും ഒരുപോലെ ആക്കിയെടുത്തതിന് ശേഷം മൂടി വെച്ച് ഒരു 15-20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ മുകൾ വശം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരല്പം നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതൊരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ചൂടോടുകൂടി കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ്സ് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.